ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. എൻ്റെ പേര് ജ്യോതി കിരൺ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒസാപ്സിൻ്റെ വാർഷികാഘോഷമാണ്. ഓർമ്മ 2024 എന്ന പ്രോഗ്രാമാണ് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ജ്യോതി സാർട്ടൈൽ എന്നാണ് പേര്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, വേണ്ടമാതിരിയുള്ള സപ്പോർട്ടൊക്കെ ചെയ്തു തരിക. പിന്നെ പ്രോഗ്രാമിൽ അപ്പോൾ അതിൻ്റെ ഓവറായിട്ട് നമുക്ക് എല്ലാം ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അതിൻ്റെ പേരിൽ കുറേ എല്ലാം എഡിറ്റ് ചെയ്തിട്ടാണ് ഇതിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഞാനിവിടെ ഒരു ഓൾഡ് സ്റ്റുഡൻ്റാണ്. 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഇവിടെ തന്നെയാണ് പഠിച്ചത്. 1980 ബാച്ചിലാണ് SSLC എഴുതിയത്. ഞാനും ടേസ്റ്റ് മാഷൊക്കെ വരെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. നന്ദി, നമസ്കാരം. നമ്മൾ കൂടുതൽ അവരോട് പറഞ്ഞ സമയം 5 മണിക്ക് നമ്മളുടെ അടുത്ത സെക്ഷനാണ്. അപ്പോൾ ഈ സെക്ഷൻ 3:30 തുടങ്ങണം എന്ന് തീരുമാനിച്ചത് കൊണ്ട് നമ്മൾ അതിനൊരു ചെറിയ ഔപചാരികത മാത്രമാണ് നൽകുന്നത്. എങ്കിലും നമുക്ക് കൂടുതൽ കാര്യങ്ങളും അതിൻ്റെ പൊതുയോഗവും പൊതുസമ്മേളനവും എല്ലാം 5 മണിക്കാണ്. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ കലാപരിപാടികൾക്ക് തയ്യാറെടുത്ത് ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ സമയം കവർന്നെടുക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഈ പരിപാടിയുടെ തുടക്കം എന്ന നിലക്ക് നമുക്ക് നമ്മളിൽ നിന്ന് ഒരുപാട് വർഷം 136 വർഷം ചരിത്രത്തിലേക്ക് കടന്നു നിൽക്കുന്ന നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ഇവിടെ പഠിപ്പിച്ച അധ്യാപകർ, ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ, ഒരുപാട് പൂർവികന്മാർ മുതൽ പ്രായം തികയും മുൻപേ തന്നെ മീൻസ് അവരുടെ ചെറുപ്പകാലത്തിലെ തന്നെ വിടവാങ്ങിയ ഒരുപാട് പേരടക്കം നമ്മളിൽ നിന്ന് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ എല്ലാവരെയും ഒരു നിമിഷം അനുസ്മരിച്ചുകൊണ്ട് നമുക്കൊന്ന് ഒരു മൗന പ്രാർത്ഥന നടത്താം. പൂത്തിരികൾ കണ്ണിലവളെ ഉന്മാദത്തേലകൾ ചൊല്ലിലവളെ രാഗം താളം
ശില്പം നീയല്ലേ ഉല്ലാസ പൂത്തിരികൾ നിറഞ്ഞവളെ ഉന്മാദത്തെ ശില്പം നീയല്ലേ തൈലമിട്ട് മൂടി വീഴുക്കി മുത്തോട് മുത്തുവെച്ച വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്തുവെച്ച വളകിലുക്കി മന്ദാരക്കുളങ്ങളിൽ കുളിച്ചൊരുക്കി മംഗല്യ പട്ടമിട്ട പുതുക്ക പെണ്ണ് മാറിൽ മഞ്ചാടി മാറുള്ള ഇടുക്കി പെണ്ണ് തൈലമിട്ട് മൂടി വീഴുക്കി മുത്തോട് മുത്തുവെച്ച വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്തുവെച്ച വളകിലുക്കി മന്ദാരക്കുളങ്ങളിൽ കുളിച്ചൊരുക്കി മംഗല്യ പട്ടമിട്ട പുതുക്ക പെണ്ണ് മാറിൽ മഞ്ചാടി മാറുള്ള ഇടുക്കി പെണ്ണ് താളത്തിൽ കൈകൊട്ടും പുലപിച്ച പുന്നാരം തരുന്നത് പുതുമാരൻ പുതുപുത്ത മടിയിച്ച പുളങ്ങൾ പുലപിച്ച പുന്നാരം തരുന്നത് പുതുമാരൻ കസ്തൂരി കൈലമിട്ട് മുടി വീഴ്ത്തി മുത്തോടി മുത്തുവെച്ച വളവിരുത്തി മുത്തോടി മുത്തുവെച്ച വളവിരുത്തി എവിടെയും എവിടെയും ഒരുപോൽ വിളങ്ങും ഭുവനേശ്വര ഞങ്ങൾക്കു വഴികാട്ടിയാലും ഒരു ജാതി ഒരു മതം ഒരു തലമുറയായി പുലരുവാൻ ഞങ്ങളെ കനിയണമേ നീ എളിയോര നാടിൻ്റെ
ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 136 വർഷക്കാലം പാരമ്പര്യമുണ്ട്. ഈ അക്ഷരമുത്തശ്ശിയുടെ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ നമ്മൾക്ക് എന്നും ഒരുപാട് ഓർമ്മകളുണ്ട്. ആ ഓർമ്മയോടൊപ്പം തന്നെ നമ്മൾ ഈ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഞാൻ അധികം സംസാരിക്കാതെ എൻ്റെ കവിതയിലേക്ക് കിടക്കുകയാണ്. നമ്മൾക്കറിയാവുന്നതുപോലെ ഈ പരിപാടി ഇവിടെ നടക്കുന്നത് ഒസാപ്സുമായി ബന്ധപ്പെട്ടാണ്. ഒസാപ്സ് എന്നത് നിങ്ങൾ വേദി തന്നെ അറിയാവുന്ന പോലെ 18 സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ്. ബാച്ചുകൾക്കും ക്ലാസ്സുകൾക്കും അതീതമായി ഇവിടെ പഠിച്ച എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംഘടന. അതിന്റെ മെമ്പർഷിപ്പ് എന്നത് 100 രൂപ മാത്രമാണ്. ഇവിടെ വന്നിട്ടുള്ള നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ 100 രൂപ നൽകിക്കൊണ്ട് ആ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഈ പരിപാടിയുടെ അല്ലെങ്കിൽ ഈ സംഘടനയുടെ ഭാഗമാണ്. കാരണം മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി എടവിലങ്ങിന്റെ ഒരു സാംസ്കാരിക വേദിയാകാൻ ഒസാപ്സിന് കഴിയും. അതിനെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തിരിച്ചറിച്ചപ്പോൾ അതിന്റെ ഭാരവാഹികളായി ഞങ്ങൾ കടന്നു വന്നപ്പോ ഇത് ഞങ്ങൾ നിങ്ങളിലേക്ക് കൂടി പകരുകയാണ്. ഈ വിദ്യാർത്ഥികളുടെ സംഘടന എന്ന് നിലനിൽക്കണം. അതിനുവേണ്ടിയാണ് ഒസാപ്സ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഒസാപ്സിന്റെ വാർഷികത്തിൽ എന്റെ കർത്തവ്യം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇടവിലങ്ങ് ഹൈസ്കൂളിന് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന, ഏകീകൃതമായ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപം കൊണ്ടിട്ട് ഒരു വർഷം കഴിയുന്നു. ഒട്ടേറെ ബാച്ചുകൾക്ക് ഇവിടെ സംഘടനകളുണ്ട് എങ്കിലും എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടാൻ ഇതുപോലെ ഒരു സംഘടന ആവശ്യമാണ്. അതിലുപരി സ്കൂളിനും എന്ത് കാര്യത്തിനും 10-15 സംഘടനകളെ ബന്ധപ്പെടുന്നതിന് പകരം ഒരു കൃത്യമായ ഒരു സംഘടന, സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വേണം എന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം നമ്മുടെ MLA-യും അതുപോലെ അനിൽകുമാർ സാറും അവരുടെ എല്ലാം ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിക്കൊണ്ട് ആണ് നമ്മൾ ഇവിടെ ഒരു അഡ്വോക് കമ്മിറ്റി, അന്ന് മുരളി മാഷായിരുന്നു അതിൻ്റെ ചെയർമാൻ, മുരളി മാഷിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് നടന്ന ഒരു തെരഞ്ഞെടുപ്പ്, എന്നാൽ വോട്ടിംഗ് ഒന്നുമല്ല, നടന്ന പൊതുയോഗത്തിലാണ് ഇന്ന് ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഞങ്ങൾ ഈ സ്ഥാനത്തേക്ക് എത്തിയത്. തീർച്ചയായിട്ടും സ്കൂളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും സഹകരിക്കാനും ഒക്കെ താല്പര്യമുള്ളവരാണ് കൂടുതലും ഇതുപോലെയുള്ള സംഘടനകളിലേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ സംഘാടക സമിതി വിളിച്ചപ്പോഴും നമുക്ക് കിട്ടിയ പ്രതികരണം. പിന്നെ പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും സമയമില്ലാത്തതിൻ്റെ ജോലി, കൂലി, ആ വക വിഷയങ്ങളുണ്ട്. അത് ഇവിടെ അവിസ്മരിക്കുന്നില്ല. എങ്കിലും നമ്മൾ ഇത് എൻ്റെയോ നിങ്ങളുടെ ഒരാളുടെയോ വിഷയമല്ല. നമ്മുടെ നാടിൻ്റെ ഇടവിലങ്ങിൻ്റെ എത്രയോ 136 വർഷം കഴിഞ്ഞ അഭിമാനമാണ് ഇന്നും ഇടവിലങ്ങ് സ്കൂൾ. അത് നമുക്ക് എന്നും അങ്ങനെ ആകണം എന്ന താല്പര്യം കൊണ്ടാണ് നമ്മളൊക്കെ ഈ കൂടിച്ചേരലും ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം ഈ സൗഹൃദങ്ങൾ വിവിധ ബാച്ചുകളാണെങ്കിലും 2 പേരോ 4 പേരോ ചിലപ്പോൾ ഒരു ബാച്ചുകാരുണ്ടാവുകയുള്ളൂ. എങ്കിൽ പോലും ആ കൂടിച്ചേരലിന്റെ മധുരം ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആസ്വദിക്കുന്നു എന്ന് അറിഞ്ഞും അതിൽ വളരെയേറെ സന്തോഷവുമുണ്ട്. എന്തായാലും കൂടുതൽ സംസാരിച്ച് സമയം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കയ്പമംഗലം MLA ശ്രീ EC ടൈസൺ മാസ്റ്റർ അവர்களാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം വേദി
ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട യോഗ അധ്യക്ഷൻ ഒസാബ്സിന്റെ ബഹുമാനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ വി എം ബൈജു, മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുന്ന ചീഫ് വിജിലൻസ് ഓഫീസർ കൊച്ചി മെട്രോയുടെ ശ്രീ കെ അഷറഫ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് വരും എന്ന് പ്രതീക്ഷിക്കുന്ന പ്രശസ്ത ചിത്രകാരൻ ശ്രീ ഡാവിജി സുരേഷ്, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ഈ പേര് ചിലപ്പോൾ പറഞ്ഞാൽ ഓരോരുത്തരുടെ പേര് വിട്ടുപോയി ഒന്നും വേണ്ടല്ലോ. സ്വാഗതത്തിൽ ശ്രീ ലോറൻസ് സൂചിപ്പിച്ച മുഴുവൻ ആളുകൾ ഇവിടെ അവർക്ക്, ഒപ്പം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട റിട്ടയർ ചെയ്ത അധ്യാപകർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ വിവിധ കമ്മിറ്റികളിലെ അംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ സ്കൂളിൻ്റെ ഒരു പൊതുപരിപാടി പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഓർമ്മ 2024 എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും സ്കൂളിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള വികാസ പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുന്നതായിരിക്കണം എന്ന ആഗ്രഹമാണ് എല്ലാവർക്കും. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പ്രഗത്ഭമതികളായ ഒരുപാട് അധ്യാപകരെ കൊണ്ട് സമ്പന്നമായ സ്കൂളാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ 18-ഓളം സ്കൂൾ എന്ന് പറയുന്ന, ചിലപ്പോൾ ഞങ്ങളൊക്കെ നടവരമ്പ് സ്കൂൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം ഇപ്പോ അതിന്റെ വിവിധ തലങ്ങളിലായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആഗ്രഹിക്കുന്ന കാലാനുസൃതമായ മാറ്റം ഒരു കൂട്ടായി പരിശ്രമിച്ച് നേടേണ്ടതാണ് എന്ന് സന്ദർഭികവശാൽ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സ്കൂളിന് ഇനിയുള്ള പല കാര്യങ്ങളിലും നമുക്ക് ഒത്തുചേർന്നാൽ അത് നേടാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മിക്കവാറും പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ, ബന്ധപ്പെട്ട ആളുകൾ, വിവിധ തലങ്ങളിലുള്ളവർ, നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ശക്തരായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ എല്ലാവരും നമുക്കിപ്പോ നമ്മുടെ കയ്യിലുണ്ട്. ആ അവസരം ഏറ്റവും നന്നായി നമുക്ക് അതൊരു പ്ലാൻ തയ്യാറാക്കി അത് വിജയിപ്പിക്കാൻ കഴിയുന്ന പ്രവർത്തനത്തിലേക്ക് പോകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നമ്മുടെ സ്കൂളിൽ വരുമ്പോൾ എത്രത്തോളം ആളുകളെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മൾ 1-ാം ക്ലാസ്, ഞങ്ങളൊക്കെ 1-ാം ക്ലാസ്സിൽ പഠിച്ച ക്ലാസ് മുതൽ അരുണാബായി ടീച്ചർ എന്ന് പറയുന്ന മതിലകത്തെ ടീച്ചർ പഠിപ്പിച്ച മുതൽ എല്ലാം ഓരോരുത്തരിക്കുന്നത്, ഒരാളെയും മറക്കാൻ കഴിയില്ല, എല്ലാവരെയും മനസ്സിലുണ്ട്. തീർച്ചയായും ഈ പരിപാടി നടക്കുമ്പോൾ നമ്മളിൽ നിന്ന് വിട്ട് അകന്നു പോയ മുഴുവൻ പൂർവ്വ അധ്യാപകരെയും നമ്മുടെ അവരോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരെയും സ്മരിക്കുക കൂടി ചെയ്യുക. ഒപ്പം തന്നെ നമ്മളെ ഇന്നും നമുക്കൊക്കെ പ്രായമായെങ്കിൽ അതേപോലെ തന്നെ ഉള്ള നമ്മുടെ അധ്യാപകരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ വേദിയിൽ നമ്മുടെ രമാദേവി ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഹിന്ദി ടീച്ചർ നമ്മളെ എപ്പോഴും ഓർക്കുന്നതാണല്ലോ അല്ലെ, മറക്കാനാവാത്ത കുറെ പേരുകൾ നമ്മുടെ മനസ്സിലിങ്ങനെ വരുന്ന ആളുകളുണ്ട്. അതുപോലെ അവരെല്ലാവരും നമുക്ക് നൽകിയിട്ടുള്ള സ്നേഹം, നമുക്ക് തന്നുള്ള അധ്യാപക വൃത്തിയിലൂടെ നമുക്ക് പകർന്നു തന്ന പല നല്ല ഗുണങ്ങളും, അതെല്ലാം ഓർക്കാൻ കൂടി ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. പാർവതി ടീച്ചറെ ഈ അടുത്ത അവസരത്തിൽ പോലും ഞാൻ കണ്ടിരുന്നു. തൊട്ടടുത്ത അവസരത്തിൽ ടീച്ചർ എപ്പോഴും പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ സന്ദർഭത്തിൽ നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് വളരെ വലുതാണ്. നമുക്ക് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്ന വലിയ പരിപാടി, എല്ലാ തലങ്ങളെയും ഒരുമിപ്പിച്ചുള്ള പരിപാടി സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിൽ നമ്മുടെ 18-ാളും വലിയ പങ്കുവഹിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മുമ്പോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാനുള്ളത്. ഇവിടെ നമ്മുടെ കേരളം കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ എം.എൻ. വിജയൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പഠിച്ചിരുന്ന സ്ഥാപനമാണെന്ന് കേട്ടിട്ടുണ്ട്. എം.എൻ. വിജയൻ മാഷ് ഉൾപ്പെടെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനേക്കാൾ ഒരു വലിയ ധൈഷ്ണിക തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളെ നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല.
ഇന്നിവിടെ ഓർമ്മ 2024 ചില ആളുകളെ, ചില വിദ്യാർത്ഥികളെ ഇവിടെ ആദരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ പ്രഗത്ഭമതികളായിട്ടുള്ള പലരും പുറത്തുണ്ടാകും എന്ന് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. അത് സംഘാടകരെ കുഴപ്പങ്ങളൊന്നുമല്ല. പക്ഷെ അങ്ങനെ വിവിധ തട്ടുകളിൽ അകന്നു പോയ, അകലെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുപാടും. അവരും കൂടിയൊക്കെ നമുക്ക് കൂടുതൽ അടുത്ത വരുന്ന കാര്യങ്ങളിലെല്ലാം നമുക്ക് യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാ തലങ്ങളിലുള്ളവരെയും ആദരിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ലോറൻസും ബൈജു ഒക്കെ എന്നോട് പറയുമ്പോൾ പറഞ്ഞു, എത്ര പരിശ്രമിച്ചാലും ഒരു ആളുകൾ വിട്ടുപോയ ഒരാളുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിഷമിക്കേണ്ടി വരും. അതാണ് അത്. സംഘാടകരോ നടത്തുന്ന ആളുകളോ ഞങ്ങളെ ആരായാലും അത്തരം പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ഇന്ന് ഇവിടെ ഇപ്പോൾ ആദ്യമായി 1ാം വാർഷികം കൊണ്ടാടുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാൻ, കൂടുതൽ ശക്തമാക്കാൻ നമ്മുടെ ഒസാബ്സ് എന്ന സംഘടന നമുക്ക് കഴിയണം. ആ അർത്ഥത്തിലുള്ള പിന്തുണ നമുക്ക് ഇവർക്ക് നൽകാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും, നമ്മുടെ പൂർവ്വ അധ്യാപകരെയും നമ്മളോട് ഒരുമിച്ച് കളിച്ച് നടന്ന നമ്മുടെ സഹപ്രവർത്തകരായ മുഴുവൻ ആളുകളെ, മുരളി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വേദിയിൽ സന്നിഹിതരാണ്. ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഓരോ പേര് പ്രത്യേകിച്ച് പറയുന്നില്ല. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു, ചുരുക്കുന്നു. വളരെ സന്തോഷപൂർവ്വം, അഭിമാനപൂർവ്വം സാബ്സിന്റെ ഓർമ്മ 2024 എന്ന പരിപാടി എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. മൂന്നാമത്തെ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, 2016 സെപ്റ്റംബർ മാസം 5-ാം തീയതി ഉച്ചയ്ക്ക് 1:38 അന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ തലവനിൽ നിന്ന് ദേശീയ അധ്യാപക അവാർഡ് ഏറ്റുവാങ്ങിയത്. ആ ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹര ദിവസം. പലതും പറയണമെന്ന അദമ്യമായ ആഗ്രഹം അകതാരിലുണ്ടെങ്കിലും അത് അവിവേകമാണെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് എളിയ വാക്കുകൾ പ്രസംഗിക്കുകയാണ്. സാറിനെയും പൊന്നാടടിക്കുന്നതിന് വേണ്ടിയിട്ടായി സമാശയം ക്ഷണിക്കുന്നു.
ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞ ചേച്ചിനെ ചീത്ത പറയൂ. എനിക്കൊരു അബദ്ധം പറ്റി. ഞാനിപ്പോൾ എന്തേണോന്നാണ് നിങ്ങൾ ഈ പറയണത്? അച്ഛൻ നേരത്തെ എന്തോ പറഞ്ഞല്ല, ഒരിക്കലന്ന മരിക്കലന്ന. ഈ മീൻമർത്തൻ്റെ കാര്യത്തിലൊന്നില്ലല്ലേ? പിന്നെ എൻ്റെ മീൻമർത്തെടുത്തുണ്ടോ? ഞാൻ എന്ത് ചെയ്യാനാണ്? മീശമാധവൻ എൻ്റെ കരിയറിന് ശരിക്കും മലയാള സിനിമയിൽ ഉറപ്പിച്ചു നിർത്തി. പിന്നീടുള്ള യാത്രയ്ക്ക് വലിയ ഇന്ധനമായി. 1-2 പരാജയങ്ങളൊന്നും എൻ്റെ കരിയറിനെ ബാധിക്കാത്ത വിധത്തിൽ ഉറച്ച അടിത്തറ മീശമാധവൻ ഉണ്ടാക്കി തന്നു. ജോർജ് കുട്ടിക്ക് അത് കൊണ്ടുകളയാൻ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. പിന്നെ നീയൊക്കെ കഴുതകളെന്ന് രഹസ്യമായും പരസ്യമായും വിളിക്കുന്ന ഈ ഇരുകാലികൾ ജനങ്ങൾ, ഇവരുടെ ചെലവിൽ മേലിൽ ഒരു ആർഭാടവും നിനക്ക് പാടില്ല ജയകൃഷ്ണൻ. ഇവരുടെ പേരിൽ മേലിലുള്ള അവകാശവും നിനക്ക് ഞാൻ തരില്ല. പിന്നിട്ട വഴികളിൽ എങ്ങോ കാലിൽ തറച്ച നീ എന്ന മുള്ളിന് ഞാൻ എന്തേ മറന്നിരിക്കുന്നു. പുഴയൊടിഞ്ഞ ആ പഴയ മുള്ളിന് ഈ വഴിയിൽ എന്നെ കുത്തി നോവിക്കാനാവില്ല. എനിക്ക് നോവില്ല ശേഖര. നമ്മൾ